ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമൻ എന്താ കാര്യം? കൈസർഗഞ്ചിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം. ഈ തെരഞ്ഞെടുപ്പ് ശ്രീരാമൻ ഭക്തരും ശ്രീരാമൻ്റെ ശത്രുക്കളും തമ്മിലുള്ള പോരാട്ടമാണ്. ആണ്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഈ രാമജന്മഭൂമി ശ്രീരാമൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിഹാസത്തിലെ ശ്രീരാമനെ അല്ല അവിടെ കാണേണ്ടത്. രാമജന്മഭൂമിയിലെ ക്ഷേത്രം അതൊരു കണ്ടൻഷ്യസ് ഇഷ്യൂ ആണ്. ആയിരുന്നല്ലോ എത്ര വർഷം അവിടെ ആ ക്ഷേത്രം വരാതിരിക്കാൻ പണിപ്പെട്ട ടീമാരൊക്കെയാണ് ഇന്നത്തെ ഇന്ത്യ മുന്നണിയിലെ ആൾക്കാരാണ് ഇല്ലേ. ഒരു കാരണവശാലും അത് വരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. 1991 നരസിംഹറാവു രാമജന്മഭൂമിയെപ്പറ്റി കേസ് നിലവിലുള്ളതുകൊണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാ ആരാധനാലയങ്ങളുടെയും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം. 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നോ ആ ബിൽഡിങ്ങിൻ്റെ ക്യാരക്ടർ അത് തന്നെ തുടരണം, അത് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ആക്ട് പാസ്സാക്കി. ഇപ്പോഴും ആക്ട് നിലവിലുണ്ട്. അതിൽ നിന്ന് രാമജന്മഭൂമിയെ ഒഴിവാക്കിയതെന്ന് വെച്ചാൽ അത് ഓൾറെഡി അന്ന് അലഹാബാദ് ഹൈക്കോടതിയിൽ ഇരിക്കുകയാണ് ആ കേസ്. അത് കഴിഞ്ഞ് അലഹാബാദ് ഹൈക്കോടതി വിധി വന്നു, പിന്നെ സുപ്രീം കോടതി വന്നു, സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞിട്ടാണ് ഈ ക്ഷേത്രം പണിയുന്നത്. ആ വിധിയെ അംഗീകരിച്ച എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ ഇന്ത്യ മുന്നണിയിൽ? ഒരൊറ്റ ആളുമില്ല. ഒറ്റ ആൾ ആ വിധിയെ അംഗീകരിച്ചില്ല. പിന്നെ സുപ്രീം കോടതി വിധിയാണ്, ഭരിക്കുന്ന BJP ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നിർവാഹമില്ല. എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കോടലും പാണ്ഡവും കുത്തി പുറത്തിടും അവിടുത്തെ ഹിന്ദുക്കൾ. ഈ അവസ്ഥയായതുകൊണ്ട് മിണ്ടാതെ അങ്ങ് സഹിച്ചു. പല്ലിറുമിയാണ് ഇരുന്നത്, ഇപ്പോഴും ഇരിക്കുന്നത്. ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ അത് പൊളിച്ച് കളയുകയും ചെയ്യും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമോ? അതുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞല്ലോ. ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അത് ശുദ്ധീകരിക്കും, എരുമച്ചാണകം തെളിച്ച് ശുദ്ധീകരിക്കും. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട പ്രസിഡൻറ്റ്, അതും ഒരു സ്ത്രീ, അവിടെ കയറി, ദ്രൗപദി മുർമു അവിടെ കയറി. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ ശുദ്ധീകരിക്കും. കോൺഗ്രസ് നേതാവ് പറഞ്ഞത്? അതെ, കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളാണ്. അതുകൊണ്ടാണ് മോദി പറഞ്ഞത് രാമക്ഷേത്രത്തിന് ബാബറി പൂട്ട് വീഴാതിരിക്കണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ രാമക്ഷേത്രം ഒരു ഇഷ്യൂ ആണ്. അതാണ് രാമൻ എന്ന് പറയാൻ കാര്യം. രാമനെ സ്നേഹിക്കുന്നവരും രാമനെ വെറുക്കുന്നവരും തമ്മിലുള്ളതാണ് ഈ മത്സരം എന്ന് യോഗി പറഞ്ഞെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ദൈവത്തെയും മതത്തെയും വിശ്വാസത്തെയും കൊണ്ടുവരില്ല. രാഷ്ട്രീയത്തിൽ ദൈവവും മതവും വിശ്വാസവും ഒക്കെ ഉണ്ട്. രാഷ്ട്രീയത്തിൽ ദൈവവും മതവും കൊണ്ടുവരുന്ന ആരാ പറഞ്ഞു? ന്യൂനപക്ഷം എന്നുള്ള പേരിൽ ഇറക്കുന്നത് മുസ്ലിംകാരല്ലേ. അത് മുസ്ലിം മാത്രമല്ല, സിഖുകാരും ബുദ്ധമതക്കാരും ജൈനരും ഒക്കെ ഉണ്ട്. എല്ലാവരും ആയിക്കോട്ടെ, പക്ഷെ മതമല്ലേ അത്. പക്ഷെ രാമൻ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ശരി, ഹിന്ദു ഒരു മതമല്ലേ? ഇവരെ പോലൊരു മതമാണല്ലോ അതും. സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, മുസ്ലിം, ക്രിസ്ത്യൻ ഒക്കെ ആവാം, ഹിന്ദു പാടില്ല എന്നാണ്. അതെന്ത് ന്യായം? ഇവരുടെയൊക്കെ പേര് പറഞ്ഞ് വോട്ട് മേടിക്കാം അല്ലേ? ക്രൈസ്റ്റിന്റെ പേരോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരിലോ പറയണ്ടല്ലോ. ന്യൂനപക്ഷങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മതങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നല്ലേ അർത്ഥം? അങ്ങനെ ആരും പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വോട്ട് ചെയ്യുക എന്ന് പറയുന്നുള്ളൂ. അത് സംരക്ഷിക്കാൻ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേക ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്നതല്ല. സംരക്ഷിക്കണ്ടേ? ന്യൂനപക്ഷം നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നതല്ല. ആയിക്കോട്ടെ, ഭരണഘടന അംഗീകരിച്ചു. ഹിന്ദുവിന് ഭരണഘടന അംഗീകാരം ഇല്ലേ? രാമൻ ഹിന്ദു കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഹിന്ദു സമാജത്തെയാണെന്നേ. രാമക്ഷേത്രത്തെ സംരക്ഷിക്കാൻ എനിക്ക് വോട്ട് തരണം, രാമക്ഷേത്ര വിരോധികൾക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെയാണ് ഇദ്ദേഹം മനസ്സിൽ കാണുന്നത് അല്ലേ? പകൽ പോലെ വ്യക്തമല്ലേ? ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾക്കെതിരല്ലേ അത്? ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളിൽ ഹിന്ദു മൂല്യങ്ങളില്ലേ? മതേതരത്വം ഹിന്ദു അല്ലാത്ത മൂല്യങ്ങളാണ് മുഴുവൻ. മതേതരമല്ലേ നമ്മുടെ രാജ്യം? മതേതരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പാണോ? ആണെങ്കിൽ ശരി. ഇപ്പോൾ കേരളത്തിൽ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണം എന്നാണ് അർത്ഥം. അത് സകല ചാനലുകാരും ബുദ്ധിജീവികളും ഭരണാധികാരികളും സമ്മതിച്ചു കഴിഞ്ഞു. കേരളത്തിലെല്ലാവരും സമ്മതിച്ചതാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണമാണ്, ശരീഅത്ത് ഭരണമാണ്. ഭരണഘടന എന്നൊക്കെ ഇവർ ഉദ്ദേശിക്കുന്ന സാധനം ശരീഅത്താണ്. പറയുമ്പോൾ ഭരണഘടന എന്ന് പറയുന്നു. എന്നാലും UPയിലെ കാര്യങ്ങൾ മൊത്തത്തിൽ ശരിയല്ല രുചി. കാരണം അവിടെ മുഖ്യമന്ത്രി ഒരു സന്യാസി,
ആ സന്യാസിയോടെയാണ് അന്ന് രാമൻ്റെ ഭക്തരും രാമൻ്റെ ശത്രുക്കളും തമ്മിൽ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്തൊരു ജനാധിപത്യമാണ്. ജനാധിപത്യം നിങ്ങൾക്ക് പരിചയമില്ലാഞ്ഞിട്ടാണത്. നിങ്ങൾക്ക് ജനാധിപത്യം പരിചയമില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ, 1957 കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI അവർ ഇറക്കിയ കാർഡ് എന്താണെന്നറിയാമോ? ശബരിമല തീവെപ്പ് കേസിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിടും. അതൊരു സെൻസിറ്റീവ് റിപ്പോർട്ടായിരുന്നു. കാരണം ശബരിമല തീവെപ്പിലെ ആ റിപ്പോർട്ട് അതിൽ കുറ്റപ്പെടുത്തിയിരുന്നത് ചില ക്രിസ്ത്യൻ കുടുംബങ്ങളെയാണ്. അറിയാം, കാഞ്ഞിരപ്പള്ളിയിലുള്ള ആ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് വലിയ ക്ഷീണമാണ്. ഈ ഹിന്ദു വോട്ട്, മെജോറിറ്റി ഓഫ് ദ ഹിന്ദുസ് CPMൻ്റെ കയ്യിലേക്ക് പോകാനുള്ള പ്രധാന കാരണം അന്ന് CPI, അവിഭക്ത CPI എടുത്ത തീരുമാനമാണ്. എന്നിട്ട് ആ റിപ്പോർട്ട് അധികാരത്തിൽ വന്നപ്പോൾ പുറത്തുവിട്ടില്ല. പക്ഷേ വിമോചന സമരത്തിൽ മെല്ലെ ഈ ക്രിസ്ത്യാനികൾ ചൂടായി വരികയും അവർ നായന്മാരെ കൂടെ കൂട്ടാൻ, മന്നം തുടക്കത്തിൽ ഇതിന് എതിരൊന്നുമായിരുന്നില്ല. വിദ്യാഭ്യാസ ബില്ലിന് തന്നെ മന്നം എതിരായിരുന്നില്ല. മന്നം പറഞ്ഞു, ഈ തലവേദന സർക്കാർ ഏറ്റെടുക്കുമെങ്കിൽ നല്ലതല്ലേ, അല്ലാതെ അപ്പോയിൻമെൻറ്റും അവർ എടുത്തോട്ടു, അവർ അപ്പോയിൻ്റ് ചെയ്യുന്നു, അവർ ശമ്പളം കൊടുക്കുന്നു, മാനേജർ നമ്മുടെയാണ്. അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു മന്നത്തിന്. തുടക്കത്തിൽ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലിനെ അനുകൂലിച്ച ആളാണ് മന്നം. മന്നം പെശകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ്, പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിന് NSS ആപ്ലിക്കേഷൻ വെച്ചു. EMS എന്ത് ചെയ്തെന്ന് അറിയാമോ? പാലക്കാട് ഏരിയ കമ്മിറ്റിയെ കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ നേരത്തെ മേടിച്ചു വെച്ചു. പാലക്കാട് CPI എന്ന് പറയുമ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPI ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ, അവരെ കൊണ്ട് ഇതിനൊന്നും പറ്റുമൊന്നുമില്ല, അവരുടെ കാശുമില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് മന്നത്തോട് പറഞ്ഞു, അല്ല അത് ഞങ്ങളുടെ പാർട്ടിക്കാരവിടെ തുടങ്ങാമെന്ന് പറയുന്നു, അപ്പോൾ ഒരു സ്ഥലത്ത് 2 കോളേജ് കൊടുക്കാൻ പറ്റുമോ? മന്നത്തിന് ഇത് ചതിയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് മന്നം മാറുന്നത്. തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് മന്നം അന്ന് പറഞ്ഞു. എന്നിട്ട് മന്നത്തിന് ഈ ക്രൈസ്തവ സഭയുമായിട്ട് കൂട്ടുകൂടാൻ ഒട്ടും മനസ്സില്ല. മന്നം പഞ്ചകല്യാണി പ്രബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമതഛേദനം എന്ന പുസ്തകം അന്നും പോപ്പുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. മന്നം ഒരു ചോട് താഴാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ക്രിസ്ത്യാനികൾ മാത്രമായിട്ട് സമരം നടത്തി കഴിഞ്ഞാൽ തോറ്റുപോകും, അതവർക്ക് ഉറപ്പാണ്. മന്നത്തിൻ്റെയും ശങ്കറിൻ്റെ, അതായത് NSSും SNDPയും കൂടെ ഇല്ലെങ്കിൽ ഇത് ജയിക്കാൻ പോകുന്നില്ല വിമോചന സമരം. ഒടുവിൽ ഒരു ഫോർമുല ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, നമ്മുടെ പാലാ ബിഷപ്പ് സെബാസ്റ്റ്യൻ വയലിൽ പിതാവിന് സുഖമില്ല എന്ന് അഭിനയിക്കുക. അഭിനയിക്കുമ്പോൾ സുഖമില്ലാത്ത ബിഷപ്പിനെ കാണാൻ മന്നം അവിടെ പോകുന്നു. സുഖമില്ലാത്ത ആളിനെ കാണാൻ പോകാവില്ല, സ്വാഭാവികം. അല്ലാതെ മന്നം താഴെ ഇറങ്ങിയിട്ട് ഒരുത്തനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല, ഇങ്ങോട്ട് വന്ന് കാണട്ടെ എന്ന്. ഇങ്ങോട്ട് വന്ന് കാണാൻ ബിഷപ്പിനും കുറച്ച്. അപ്പോഴാണ് ഈ ഫോർമുല ഇറക്കിയത്. ഈ ഫോർമുല വെച്ചിട്ട് സുഖമില്ലാത്ത ആളെ കാണാൻ മന്നം പോകും. പാലാ ബിഷപ്പിൻ്റെ വസതിക്ക് മുമ്പിൽ ഗേറ്റിൻ്റെ അവിടെ സുഖമില്ലെങ്കിലും അവശനായ ബിഷപ്പ് ആളുകളുടെ കൈത്താങ്ങോടുകൂടി ഈ ഗേറ്റിൽ വന്ന് മന്നത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ എന്തൊരു കാഴ്ചയാണ് നോക്ക്. മന്നത്തോടുള്ള ബഹുമാനം കൊണ്ട് സുഖമില്ലെങ്കിൽ പോലും ബിഷപ്പ് വെച്ച് ഗേറ്റിൽ വന്ന് സ്വീകരിക്കുന്നു. 2 പേരും കൂടെ അകത്തേക്ക് പോകുന്നു. അങ്ങനെയാണ് ഈ ഡീല് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഹെർക്കൂലിയൻ ടാസ്ക് ടു ബ്രിങ് ഡൗൺ മന്നം. ഇതൊക്കെ ഉള്ളതാണോ? സെബാസ്റ്റ്യൻ വയലിൻ്റെ ആത്മകഥയിൽ ഇതുണ്ട്. അത് ഒരു ബിഷപ്പ് നുണ എഴുതേണ്ട കാര്യം അല്ല. അന്ന് നടന്ന അന്തർനാടകങ്ങൾ ഒരുപാട് പേര് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളുടെ പിയേഴ്സണില്ലേ, പിയേഴ്സൻ്റെ പൂണൂലും കൊന്തയും എന്ന് പറഞ്ഞു, അത് വിമോചന സമരത്തെപ്പറ്റി പിയേഴ്സൺ തയ്യാറാക്കിയ ഒരു പഠനമാണ്. അതിൽ ഇതുപോലത്തെ പല സംഭവങ്ങൾ പറയുന്നുണ്ട്. ഈ സംഭവമില്ല, ഈ സംഭവം പിയേഴ്സന് അറിയില്ലായിരിക്കാം, അല്ലെ വിട്ടുപോയതായിരിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ റിസർച്ചിനെ കുറ്റം പറയുന്നതല്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിമോചന സമരത്തിൻ്റെ പിന്നിലുള്ളത് പുറത്തു കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ അത് ചെയ്തിരുന്നു. ഞാൻ മെയിൻ പോയിൻ്റ് വിട്ടുപോയി. നമ്മളുടെ രാഷ്ട്രീയത്തിൽ മതം ഒക്കെ പണ്ട് മുതലേ കളിക്കണം.
മതമില്ലാത്ത രാഷ്ട്രീയം ഭ്രാന്താണെന്ന് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന് മതം പാടില്ല എന്നാണ്, അല്ലാതെ രാഷ്ട്രീയത്തിൽ മതം പാടില്ല എന്നല്ല. ഭരണകൂടം ഒരു മതത്തിനോട് ഫേവർ ചെയ്യുകയോ അങ്ങനെ ചെയ്യുകയോ ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുക മറ്റതിനെ ഉപദ്രവിക്കുക ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് സെക്യുലറിസം. സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലിജിയൻ, അതാണ് സെക്യുലറിസം. നോട്ട് പൊളിറ്റിക്സ് ആൻഡ് റിലിജിയൻ. യു ക്യാൻ മിക്സ് റിലിജിയൻ വിത്ത് പൊളിറ്റിക്സ്. അല്ല, ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പം ഇപ്പോൾ ഈ നമ്മുടെ ചുറ്റും കേൾക്കുന്ന കുറേ ചോദ്യങ്ങളാണ് ഞാൻ ടി ജിയോട് ചോദിച്ചത്. പലർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങൾ. അതിൽ മറ്റൊരു ചോദ്യമാണ്, പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹം ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിക്കാമോ? എല്ലാവരുടെയും പ്രധാനമന്ത്രിയല്ലേ. അതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ഒരു അക്ഷരം വേണ്ടാൻ പറ്റില്ല ആരെ പറ്റിയും. ഒരു കള്ളനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവനും പറയും എൻ്റെയും കൂടെ പ്രധാനമന്ത്രിയല്ലേ നിങ്ങൾ, എനിക്കെതിരെ പ്രസംഗിക്കുന്ന എന്തിനാ? അല്ല, നീ കുറ്റം ചെയ്തിട്ട് അത് കോടതി തീരുമാനിച്ചിട്ട് പ്രധാനമന്ത്രി എന്തിനാണ് പറയുന്നത്? ശരിയല്ലേ? വാ തുറക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. സി, എ പ്രൈം മിനിസ്റ്റർ ഹാസ് ടു ടെൽ ദ ട്രൂത്ത്. അത് എത്ര കയ്പുള്ളതാണെങ്കിലും ആ സത്യം പ്രധാനമന്ത്രി പറയണം. പല സത്യങ്ങളും പ്രധാനമന്ത്രി പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇത് പറയുകയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ ആ കയ്പ് വർദ്ധിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങേര് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കയ്പ് പോകുന്നില്ല. പലപ്പോഴും എനിക്ക് മോദിയെ പറ്റിയുള്ള പരാതി ഇതാണ്. പക്ഷേ ഇങ്ങനെ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോട്ടല്ലോ ടി ജി, അപ്പോൾ അവരുടെ ഉള്ളിൽ വല്ലാത്ത ഭീതി, പ്രധാനമന്ത്രി ഞങ്ങൾക്കെതിരാണ്, ഇനി ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്കെതിരായിരിക്കും എന്നൊരു ഭീതി ഉണ്ടാവില്ലേ? ഒരു ഭീതി ഉണ്ടാവേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി പറയുന്നത് സത്യമാണോ, അതിനകത്ത് മെരിറ്റുണ്ടോ എന്നൊന്നും ആലോചിക്കാത്തത് എന്താ? മോഹൻദാസ് സത്യസന്ധനല്ല എന്ന് സുനിൽ പറയുകയാണെങ്കിൽ സുനിൽ എങ്ങനെ പറയാൻ കാര്യം എന്തായിരിക്കും? ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ എന്ന് ഞാനും ഒന്ന് നോക്കണ്ടേ? അതല്ലേ ഒരു മാന്യൻ്റെ ലക്ഷണം. ഞാൻ സ്വയം പരിശോധിച്ചിട്ട് എന്നിൽ യാതൊരു കുറവുമില്ല, ഞാൻ പറയുന്നത് സുനിലിനോ, ഞാൻ പരിശോധിച്ചിട്ട് എന്നിൽ യാതൊരു കുറവോ അസത്യസന്ധതയോ കാണുന്നില്ല. എന്താണ് സുനിലിൻ്റെ കംപ്ലയിൻറ്റ് എന്നെനിക്ക് ചോദിക്കാം. അതല്ലാതെ സുനിൽ പറഞ്ഞു കൊടുത്തു അയ്യോ അയാൾ എനിക്കെതിരാണ്, അയാളെന്നെ കൊല്ലാൻ പോകുന്നേ, ഓളിവായോ എന്നൊക്കെ പറയുന്നത് ഞാനെന്തോ കുഴപ്പക്കാരനായതുകൊണ്ടാണ്. ദിസ് പ്രോബ്ലം ഈസ് ദെയർ വിത്ത് മുസ്ലിം ലീഡർഷിപ്പ്. ഐ വിൽ നോട്ട് സേ മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം ലീഡർഷിപ്പ്. അവരെപ്പോഴും അവരുടെ ചില സ്ഥാപിത താല്പര്യങ്ങൾക്കായിട്ട് നിലകൊള്ളുന്നു. അത് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അവരുടെ കിങ്കരന്മാരായ മാധ്യമ പ്രവർത്തകർക്കും ദേഷ്യം വരും. അവർ വല്ലാതെ തടസ്സപ്പെടും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഭയങ്കരമായിട്ട് തടസ്സപ്പെടുത്തും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എന്നെ ആരും വിളിക്കാറൊന്നുമില്ല. വിളിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഖുറാനെപ്പറ്റി ഒരക്ഷരം ഞാൻ പറയാൻ തുടങ്ങിയാൽ ബഹളമാണ്. ആങ്കറും തടസ്സപ്പെടുത്തും, കൂടെയുള്ളവർ തടസ്സപ്പെടുത്തും. ഞാൻ നല്ലത് പറയാനാണോ ചീത്ത പറയാനാണോ പോകുന്നത് എന്ന് പോലും നോക്കാതെ ഖുറാൻ എന്ന് പറഞ്ഞാൽ ഉടനെ തുടങ്ങി അങ്ങ് ബഹളം. അതിനെപ്പറ്റി അതല്ലല്ലോ നമ്മുടെ വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. എന്താ ഇവർ ഭയപ്പെടുന്നത്? ബിക്കോസ് യു കനോട്ട് ഡിഫെൻഡ് ദാറ്റ് ബുക്ക്, അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ദാറ്റ് ബുക്ക്, അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദാറ്റ് ബുക്ക്. ഞാൻ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോയിൽ പങ്കെടുത്തു. ടി വി ചർച്ചയല്ല, വേറൊരു ഷോ, കുറേ കാലം മുമ്പാണ്. അദ്ദേഹം ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടൊരു ഷോ നടത്തുമായിരുന്നു. അതിലും ഈ മതമായിരുന്നു വിഷയം. അതിൽ ലവ് ജിഹാദ് ആ വിഷയങ്ങളൊക്കെയാണ്. ഞാൻ അമിത് ചേന്നമംഗലൂർ, ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിലും ഞാൻ ഈ ഖുറാൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ ഫോൺ വന്നു. അതേ, അതിൽ ചില ഭാഗങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞു പോവാൻ മനസ്സിലായി, അല്ല ഞാൻ പറയാം ഭാഗം ഏതാണെന്ന്. ഞാൻ പറഞ്ഞു അത് വേണ്ട, എനിക്കതറിയാം, കട്ട് ചെയ്തോ, അത് കുഴപ്പമില്ല. ദിസ് ഈസ് ദ വേ പീപ്പിൾ ട്രീറ്റ്. കാര്യം എന്താണെന്നറിയാമോ? കഴുത്ത് തലയുണ്ടാവില്ല എന്ന് പേടിക്കുന്നു. ബട്ട് എൻ്റെ കഴുത്തിന് ഒരു തകരാറ് ഇന്നുവരെ വന്നിട്ടില്ല. ഞാൻ മുസ്ലിങ്ങളോടും ഇത് പറഞ്ഞിട്ടുണ്ട്, പൊതുവായിട്ടും പറഞ്ഞിട്ടുണ്ട്. ആരും എൻ്റെ കഴുത്ത് വെട്ടാനൊക്കെ വളരെ എളുപ്പമാണ്. വലിയ ചെറിയൊരു കഴുത്താണ്, ഒറ്റ വെട്ടിന് അതങ്ങ് രണ്ടായി മാറും. ഇവർ ഈ പറയുന്ന മാതിരി ഉള്ള പിടിവാശിയൊന്നും മുസ്ലിം ജനസാമാന്യത്തിനില്ല. ഇത് ഈ പോപ്പുലർ ഫ്രണ്ട് ചിന്താഗതിയുള്ളവർക്കുണ്ടായിരുന്നു, അവരും ഇപ്പം അടങ്ങി. എന്നാലും കുറേ മുസ്ലിം നേതാക്കന്മാർക്ക് ഈ സ്വഭാവമുണ്ട്. അവർക്ക് രാമൻ എന്ന് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്നു. ഇല്ലെങ്കിൽ CPM അവരെ ചൊറിയും. എടാ രാമൻ കേട്ടില്ലേ? ഓ പോട്ടെ ചേട്ടാ, പോട്ടെ എന്ന് പറയാനോ, നിനക്ക് അന്തസ്സില്ലടാ, ആത്മാഭിമാനമില്ലടാ, എണീറ്റ് നിൽക്കടാ, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അന്നാ പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവരൊക്കെ മറക്കുന്നു, നമ്മുടെ ഗാന്ധിജിയുടെയും പ്രഖ്യാപിത ലക്ഷ്യം രാമരാജ്യമായിരുന്നു. ഗാന്ധിജിയുടെ രാമൻ വേറെ രാമൻ, ഇത് വേറെ, വിനോബ ഭാവയുടെ രാമൻ വേറെ രാമൻ.
എൻ്റെ രാമൻ വേറെ, സുനിലിൻ്റെ രാമൻ വേറെ, വില്ല് കുലയ്ക്കാത്ത രാമനാണ് ഞങ്ങളുടെ രാമൻ, വാൽമീകിയുടെ രാമൻ വേറെ, എഴുത്തച്ഛൻ്റെ രാമൻ വേറെ. ഇങ്ങനെ 100,000 രാമന്മാരെ ഇട്ടിവരാണ് കളിക്കുന്നത്. ഇതില്ലാതെ ഒറ്റ രാമനെ വെച്ചിട്ടാണ് യോഗി ആദിത്യനാഥ് സംസാരിക്കുന്നത്, മോദി സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കൺഫ്യൂഷനും ഇല്ല. ആ രാമൻ, ഈ രാമൻ, മറ്റേ രാമൻ, മറിച്ച രാമൻ ഒന്നുമില്ല. ഒരേ ഒരു രാമനേ ഉള്ളൂ. ഇതെന്നാണോ CPM റിയലൈസ് ചെയ്യുന്നത്, അവരന്ന് മുസ്ലിം വിഭാഗത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. പക്ഷേ അപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് പോകും. ഈ CPM എപ്പോഴും മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് പോയ ചരിത്രമേ ഉള്ളൂ. അഫ്ഗാനിസ്ഥാനിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ആ പാർട്ടി ഉണ്ടോ? ഇല്ല. പാകിസ്ഥാനെ പിന്തുണച്ച് ബ്രിട്ടീഷുകാർക്ക് കത്ത് കൊടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? ഇല്ല. മലപ്പുറം ജില്ല കൊടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മലപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? ഒന്നും രണ്ടോ അവിടെ ഇവിടെ MLA ഇല്ലേ എന്നൊക്കെ ചോദിക്കും. മുസ്ലിം MLA, അയാൾ ക്യാരക്ടർ ഫുൾ മുസ്ലിമാണ്. CPMൻ്റെ ഒരു ടിക്കറ്റ്, നീ ടിക്കറ്റ് തരുന്നോ അതോ ഞാൻ സ്വതന്ത്രമായിട്ട് പറഞ്ഞു? വേണ്ട, ഞാൻ ടിക്കറ്റ് തരാം. അങ്ങനെ പണക്കാരും സ്വാധീനമുള്ളവരായ മുസ്ലിങ്ങളെ 1-2 സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ജയിപ്പിച്ചെടുക്കും. ഫോർ എക്സാമ്പിൾ പൊന്നാനിയൊക്കെ ഇങ്ങനെ ചെയ്തു. അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. ദേ ഡോണ്ട് ഹാവ് എനി ഇൻഫ്ലുവൻസ് ഇൻ മലപ്പുറം. സോ സറണ്ടർ ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നാണ് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ CPM ചെയ്യുന്നത്. CPM ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്. CPMനുള്ളിലെ ഹിന്ദുക്കൾ അത് മനസ്സിലാക്കുന്നില്ല, പതുക്കെ മനസ്സിലാക്കി വരുന്നുമുണ്ട്. അതിൻ്റെ അടുത്ത കാലത്തെ ഉദാഹരണം G. സുധാകരനാണ്. ഏതായാലും ഒരു രാമനേ ഉള്ളൂ. ആ രാമൻ ഇന്ത്യയുടെ രാമനാണ്, എല്ലാവരുടെയും രാമനാണ്. ഈ എല്ലാവരുടെയും രാമനാണെന്ന് പറയാതെ തന്നെ കുറേ പേര് അവരുടെ രാമൻ അല്ല എന്ന് പറയുന്നു. അവരെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരുടെ രാമൻ. ഈ എൻ്റെ രാമൻ അല്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുറേ ദുശ്ശീലങ്ങളുണ്ട്. വസുധൈവ കുടുംബകം, ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. പാലസ്തീൻകാർ പറഞ്ഞു ഞാൻ നിൻ്റെ കുടുംബത്തിലല്ല, പോടാ, കഴിഞ്ഞില്ലേ? നാണമില്ലേ ഇത് പറഞ്ഞുകൊണ്ട് നടക്കാൻ, ഈ വൺ സൈഡഡ് പ്രേമവും കൊണ്ട് നടക്കാൻ? ഏതായാലും മോദി സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ യോഗി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞത് ഒരു പക്ഷേ TG പറയുന്ന പോലെ ഒരു ശരിയായ നീക്കം തന്നെ ആയിരിക്കാം. യോഗിയെ ഏറ്റവും ഭയക്കുന്നത് കേജ്രിവാളാണ്. അതുകൊണ്ടാണ് കേജ്രിവാൾ ഇന്നലെ പറഞ്ഞത് ശിവരാജ് സിംഗ് ചൗഹാനെ ഒതുക്കി മധ്യപ്രദേശിൽ. അതിനു മുമ്പ് അദ്വാനിയും മുരളി മനോഹർ ജോഷി ഇവരെ ഒതുക്കി. ഇനി ഒതുക്കാൻ പോകുന്നത് യോഗിയെയാണ്. സൂക്ഷിച്ചോ, യോഗിയെ ഉടൻ. 3ാം തവണ മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ യോഗിയെ മാറ്റും. എന്നിട്ട് പുള്ളി സ്വയം മാറും. എന്നിട്ട് അമിത്ഷായെ അഴിക്കും. ഇതാണ് ഇദ്ദേഹം പറയുന്നത്, കേജ്രിവാൾ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സത്യം, കേജ്രിവാളിന് എന്താ കുഴപ്പം? കേജ്രിവാളിന് ഒരു കുഴപ്പമില്ല. അത് വരുമെന്ന് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആരെയും പേടിപ്പിക്കുന്നത്? എനിക്ക് മോദി ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടു, വർഷം എത്രയായി? 10-24 വർഷമായില്ലേ മോദി മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ. 24 വിശ്രമിക്കട്ടെ. അമിത്ഷാ ആയിക്കോട്ടെ. യോഗി, ആഫ്റ്റർ ഓൾ യോഗി ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മഠമുണ്ട്. അദ്ദേഹത്തെ മാറ്റുന്നു, വേറെ ആരെങ്കിലും ആകുന്നു, അദ്ദേഹം പഴയ മഠത്തിലേക്ക് തിരിച്ചു പോകുന്നു. സോ വാട്ട്? നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഐ ആം നോട്ട് പെർട്ടേർഡ് ബൈ ഓൾ ദീസ് തിങ്സ്. കാരണം ഐഡിയലിസം ഉള്ള രാഷ്ട്രീയക്കാരൻ, അവൻ ഇന്ന ആളാകണമെന്നില്ല, അവൻ കാവി ഉടുക്കണമെന്നില്ല, അവൻ താടി വയ്ക്കണമെന്നില്ല, തല മുട്ടയടിക്കണമെന്നില്ല, കൂളിംഗ് ഗ്ലാസ് വയ്ക്കണമെന്നില്ല, അവൻ്റെ വേഷം ഭൂഷം ഒന്നും പ്രശ്നമല്ല. അവൻ്റെ ഐഡിയലിസമാണ് പ്രശ്നം. ഐഡിയോളജി പോലും വലിയ പ്രശ്നമാകുന്നില്ല. ഐഡിയലിസം ഒരു നല്ല മനുഷ്യനായിരിക്കണം, സത്യസന്ധനായിരിക്കണം, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം, ജനങ്ങളെ ഭയമുള്ളവനായിരിക്കണം. ഭയം ഒരു നല്ല വികാരമാണ്. അതെ, ധർമ്മഭീരു എന്ന് സംസ്കൃതത്തിൽ പറയും. ധർമ്മത്തെ ഭയക്കുന്നവൻ, അതൊരു നല്ല കാര്യമാണ്. അതെ, യോഗിക്ക് ജനങ്ങളെ പേടിയുണ്ട്. മോദിക്കൊരു പേടി തട്ടിയിട്ടുണ്ട് കേട്ടോ, അത് നല്ല കാര്യമാണ്. മോദി ഭയക്കണം ജനങ്ങളെ. ജനങ്ങൾ എന്ത് ചിന്തിക്കും, ജനങ്ങൾക്ക് എങ്ങനെ തോന്നും, ജനങ്ങളെങ്ങനെ അനുഭവിക്കും, ജനങ്ങളെങ്ങനെ താങ്ങും, ഇങ്ങനെ ഭയന്നുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണ് രാഷ്ട്രീയത്തിൽ. ഈ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് ജനങ്ങളെ ഭയക്കുന്നത്. അതുകൊണ്ടാണ് മോദിക്ക് ഭയം, യോഗിക്ക് ഭയം ഉണ്ട്. അത് നല്ല ക്വാളിറ്റിയാണ്. ഭയം ഇരിക്കട്ടെ.